ഏതു വേണം മുന്നണി അറിയുവാൻ പറയുവാൻ ജനഹിതയാത്ര ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര ഓട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. നമസ്കാരം. ജനഹിത പ്രഖ്യാപനം 2016 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കാനുള്ള അവകാശവും അവസരവും നൽകിക്കൊണ്ട് 2011 ജീവൻ TV ആരംഭിച്ച ജനഹിതയാത്ര 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനഹിതം തേടുകയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനഹിതയാത്ര ജനഹിതം തേടി. അങ്ങനെ ജനങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെയാണ് ജീവൻ TV പ്രഖ്യാപിക്കുന്നത്. ജനഹിത പ്രഖ്യാപനം നടത്തുന്നത് പ്രമുഖ രാഷ്ട്രീയ മാധ്യമ നിരീക്ഷകനും മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കറാണ്. സ്വാഗതം. നമസ്കാരം. ആദ്യം ജനഹിതയാത്ര എന്ന് പ്രവേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ നിയോജക മണ്ഡലത്തിലേക്കാണ്. ജീവൻ ജനഹിതയാത്ര മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്തവണ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് താനൂർ. സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ മണ്ഡലം കൂടിയാണ് താനൂർ. ഏറെക്കാലം അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുന്നത്. എന്നാൽ ഒട്ടേറെ വികസനങ്ങൾ ഈ മണ്ഡലത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി നടപ്പാക്കിയെന്നാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി നടപ്പാക്കുന്ന വികസനം UDFൻ്റെ കടലാസിലൊതുക്കുക മാത്രമാണുണ്ടായത്, ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന വാദവുമായി കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് LDF ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമമെന്നോണം പരീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജീവൻ്റെ ജനഹിതയാത്രയ്ക്ക് ഇവിടെ ഒട്ടേറെ പ്രാധാന്യമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, താനൂർ നിയോജക മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? നമ്മുടെ വോട്ടർമാർ ആരുടെയൊക്കെ പേരുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്? താനൂരിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയാണ്. താനൂർ മണ്ഡലം ഉണ്ടായ കാലം മുതൽക്ക് ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിക്കുന്നത്. ലീഗിൻ്റെ പല നേതാക്കന്മാർ മാറി മാറി മത്സരിച്ചിട്ടുണ്ട്. CH അടക്കം താനൂർ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. താനൂർ വലിയ ഭൂരിപക്ഷത്തോടെ ലീഗ് എല്ലാ തവണയും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള താനൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തവണയായിട്ട് ജയിക്കുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ്. രണ്ടത്താണി മുസ്ലിം ലീഗിൻ്റെ 2ാം നിരയിൽപ്പെട്ട ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹം ആദ്യം അഖിലേന്ത്യാ ലീഗുകാരനായിരുന്നു. ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒരു കാലത്ത് നാക്ക് വളച്ചാൽ പാണക്കാട് തങ്ങളെയും CH മുഹമ്മദും E അഹമ്മദിനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന ആളാണ്. കാരണം മാർസിസ്റ്റുകാരും മൈക്ക് വെക്കുന്നിടത്തൊക്കെ രണ്ടത്താണിയുടെ പ്രസംഗമുണ്ടാവും. രണ്ടത്താണിയും ET മുഹമ്മദ് ബഷീറും പഴയ വിമത ലീഗുകാരാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണയാണ് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തവണയും അവിടെ നിന്ന് വിജയിച്ചു. രണ്ടത്താണി തന്നെയാണ് ഇത്തവണയും താനൂർ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിലും സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാനാണ് എന്ന കാര്യം ഉറപ്പാണ്. അബ്ദുറഹ്മാൻ കഴിഞ്ഞ തവണ പാർലമെൻറ്റിലേക്ക് പൊന്നാനി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കുകയും ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം വല്ലാതെ കുറയ്ക്കുകയും ചെയ്ത ഒരാളാണ്. എന്ന് മാത്രമല്ല തൃത്താല, പൊന്നാനി, തവന്നൂർ മുതലായ മണ്ഡലങ്ങളൊക്കെ അബ്ദുറഹ്മാനാണ് ലീഡ് ചെയ്തത്. വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. ഒരു CPM കാരനല്ല, CPI കാരനുമല്ല, നേരെ മറിച്ച് ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗിൻ്റെ 1ാം നമ്പർ ശത്രു എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, BJPയും അല്ല, നേരെ മറിച്ച് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാർ ഒരു വിഭാഗം എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിന് ഒരു കാരണവശാലും വോട്ട് ചെയ്യാത്ത കറതീർന്ന ലീഗ് വിരുദ്ധന്മാരാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാൻ. അദ്ദേഹം കഴിഞ്ഞ നാളിലാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് ഖദർ ഊരി വെച്ച് ലീഗ് വിരുദ്ധനായിട്ട് ഇപ്പോൾ ഇടതുപക്ഷക്കാരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ മത്സരിക്കുകയാണെങ്കിൽ താനൂർ കോൺഗ്രസ്സുകാർ കുറവാണ് എങ്കിലും ഉള്ള കോൺഗ്രസ്സുകാരുടെ മുഴുവൻ വോട്ടും അവിടുന്ന് അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയും. അതോടൊപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെയും മറ്റ് ഇടതുപക്ഷക്കാരുടെയും വോട്ടുകൾ കൂടി സമാഹരിച്ച് രണ്ടത്താണിക്കെതിരെ അതിശക്തമായൊരു മത്സരം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിയും. താനൂർ പിടിക്കാൻ പറ്റുമോ, രണ്ടത്താണിയെ മലത്തിയടിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രവചിക്കാൻ കഴിയില്ല. എങ്കിലും താനൂരിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കടുത്ത മത്സരമാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയും. BJPക്ക് ഈ പറഞ്ഞ പോലെ വലിയ വോട്ട് ബേസ് ഇല്ല എങ്കിലും ഈ അസംഘടിതരായ ഹിന്ദു ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും അവർ നടത്തുന്നത്. നാരായണൻ മാസ്റ്ററുടെ പേരാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് താനൂരിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ജനഹിതയാത്ര ഇനി പര്യടനം നടത്തുന്നത്
കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ജീവൻ ജനഹിതയാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കുറ്റ്യാടി മണ്ഡലത്തിലാണ്. കുറ്റ്യാടി മണ്ഡലം നമുക്കറിയാം, മേപ്പയൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് പുതിയ മണ്ഡല രൂപീകരണത്തിലൂടെ പുതിയ കുറ്റ്യാടി മണ്ഡലം രൂപപ്പെട്ടിരിക്കുന്നത്. കെ ലതികയാണ് കുറ്റ്യാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിയമസഭയിലുള്ളത്. കടുത്ത മത്സരം തന്നെയാണ് ഇത്തവണ കുറ്റ്യാടി മണ്ഡലത്തിലുണ്ടാവുക. UDFും ശക്തി തെളിയിക്കാനുള്ള ശ്രമം തന്നെയാണ് കുറ്റ്യാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, കടുത്ത മത്സരമായിരിക്കുമോ കുറ്റ്യാടിയിൽ നടക്കുക? ഒപ്പം നമ്മുടെ ജനങ്ങൾ നിർദ്ദേശിക്കുന്ന പേരുകൾ ഏതൊക്കെയാണ്? കുറ്റ്യാടിയിൽ അത്ര വലിയ കടുത്ത മത്സരത്തിനൊന്നും സ്കോപ്പില്ല. കാരണം പഴയ മേപ്പയൂർ മണ്ഡലമാണ് ഇപ്പോൾ പേര് മാറ്റി കുറ്റ്യാടിയായിട്ട്. അത് CPMൻ്റെ ഒരു വലിയ ആധിപത്യമുള്ള പ്രദേശമാണ്. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എല്ലാം ഇടതുപക്ഷ കേന്ദ്രീകരണമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ UDFിൽ നിന്ന് ലീഗാണ് മത്സരിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്തിട്ട് തൊട്ടടുത്തുള്ള നാദാപുരം മണ്ഡലം അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ സ്ഥാനാർത്ഥി ഇതുവരെ ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. ലീഗ് പ്രഖ്യാപിക്കാത്തത് ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്ത് നാദാപുരത്ത് ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചത്. നാദാപുരത്തിന് സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. മുസ്ലിം ലീഗിന് ശക്തമായ പോക്കറ്റുകളുള്ള സ്ഥലമാണ്. മാത്രമല്ല മുസ്ലിം ലീഗ് മാർക്സിസ്റ്റ് സംഘർഷത്തിന് കുപ്രസിദ്ധമായ പ്രദേശം കൂടിയാണ് കുറ്റ്യാടി, അതുപോലെ തന്നെ നാദാപുരം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സാമുദായികമായ ഒരു തലം കൂടിയുണ്ട്. രാഷ്ട്രീയം എന്ന പോലെ തന്നെ ലീഗിന് ശക്തമായ പോക്കറ്റുകളുണ്ടെങ്കിലും പക്ഷേ പൊതുവെ പ്രാമുഖ്യം ഇടതുപക്ഷക്കാർക്കാണ്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. മേപ്പയൂർ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മരിച്ചുപോയ കണാരൻ്റെ മുഖമാണ്. കണാരനാണ് കർഷക തൊഴിലാളി യൂണിയൻ്റെ അനിഷേധ്യ നേതാവ് KSKTU. അപ്പോൾ ആ കണാരൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന മേപ്പയൂരിൽ ഇപ്പോഴത്തെ കുറ്റ്യാടിയിൽ നിലവിലുള്ള MLA എന്ന് പറയുന്നത് KK ലതികയാണ്. ലതിക നമുക്കറിയാം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മോഹന മാസ്റ്ററുടെ ഭാര്യയാണ്. അവർ കഴിഞ്ഞ തവണ അവിടുന്ന് വിജയിച്ചു. ഇത്തവണ മിക്കവാറും ലതിക തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് വേണം വിചാരിക്കാനായിട്ട്. വളരെ ശക്തമായ മത്സരമായിരിക്കും. ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വലിയ മത്സരത്തിന് സ്കോപ്പില്ല. ലീഗാണെങ്കിൽ കുറേ കൂടി ശക്തമായൊരു മത്സരം കാഴ്ചവെക്കും. സാധാരണഗതിയിൽ കുറ്റ്യാടിയിൽ UDFിന് ജയിക്കൽ അസാധ്യമാണ്. താനൂർ LDF ജയിക്കുന്ന പോലെയുള്ള പോസിബിലിറ്റിയെ കുറ്റ്യാടിയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ലീഗിനുള്ളൂ. ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പേര് DCC പ്രസിഡന്റ് KC അബുവിൻ്റെയാണ്. KC അബുവിന് മത്സരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറ്റ്യാടിയിൽ പ്രത്യേകിച്ചും അബു ജയിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിദൂരമാണ്. പിന്നെ പാറക്കൽ അബ്ദുള്ളയുടെ പേരും കൂടി കുറ്റ്യാടിയിൽ നിന്ന് വന്നിട്ടുണ്ട് UDF സ്ഥാനാർത്ഥിയായിട്ട്. ജയസാധ്യത വിദൂരമാണ്. LDFിൽ നിന്ന് KK ലതികയ്ക്ക് പുറമെ കുഞ്ഞഹമ്മദ് മാസ്റ്ററുടെ പേരും കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞഹമ്മദ് മാസ്റ്റർ ഇപ്പോൾ നിലവിൽ പേരാമ്പ്ര MLA ആയിട്ട് തുടരുന്ന ആളാണ്. അദ്ദേഹം കുറ്റ്യാടിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം രാംദാസിൻ്റെയും അതുപോലെ MV രാജൻ്റെയും പേരുകളാണ് വന്നിട്ടുള്ളത്. ജനഹിതയാത്ര ഇനി പ്രവേശിക്കുന്നത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലേക്കാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലൂടെയാണ് ജീവൻ TV ജനഹിതയാത്രയുടെ പര്യടനം. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണന്റെ മണ്ഡലത്തിലൂടെയുള്ള ജനഹിതയാത്രയിൽ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചാ വിഷയമായി. മനസ്സിലുറച്ച തീരുമാനവുമായി മണ്ഡലത്തിലെ വോട്ടർമാർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മണ്ഡലം എങ്ങനെ കൈപ്പിടിയിലൊതുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. അഡ്വക്കേറ്റ് ജയശങ്കർ, വടക്കാഞ്ചേരിയുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ്? വടക്കാഞ്ചേരി നമ്മൾ നേരത്തെ പറഞ്ഞ ചേലക്കരയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഏറെക്കുറെ അവികസിതം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രദേശമാണ് വടക്കാഞ്ചേരി. തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ചാലക്കുടിക്കോ ഇരിങ്ങാലക്കുടയ്ക്കോ തൃശ്ശൂർ പട്ടണത്തിനോ കുന്നംകുളത്തിനോ ഉണ്ടായിട്ടുള്ള ഒരു ഭൗതിക പുരോഗതി വടക്കാഞ്ചേരിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ഐയിലെ KS നാരായണ നമ്പൂരി 5 തവണ അവിടുന്ന് വിജയിച്ചു. 1977 മുതൽക്ക് അദ്ദേഹം ഏറെക്കുറെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നവരെയും KS നാരായണ നമ്പൂരിയായിരുന്നു വടക്കാഞ്ചേരിയുടെ MLA. വടക്കാഞ്ചേരിയിൽ നമ്പൂരി മാറിയതിന് ശേഷം അവിടെ V ബൽറാം മത്സരിച്ച് വിജയിക്കേണ്ടത്. പിന്നീട് K മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴാണ് വടക്കാഞ്ചേരി കേരള രാഷ്ട്രീയത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറിയത്. ആ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വടക്കാഞ്ചേരിയിൽ തോറ്റത്. K മുരളീധരൻ തോറ്റു. CPMൽ AC മൊയ്തീൻ വിജയിച്ചു. മൊയ്തീന് കോൺഗ്രസിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ മൊയ്തീൻ തന്നെ വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൊയ്തീൻ മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുടെ അതിബുദ്ധി കാരണം മൊയ്തീനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവരികയും ജില്ലാ സെക്രട്ടറി ആയിരുന്ന ബേബി ജോൺ മാഷ് മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു. മാഷ് തോറ്റുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മണലൂർ നഷ്ടപ്പെട്ടു, വടക്കാഞ്ചേരി നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ആ 2 സീറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ
ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിൽ തുല്യത പാലിക്കുമായിരുന്നു. ഏതായാലും ഇത്തവണ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പേര് CN ബാലകൃഷ്ണൻ തന്നെയാണ്. ബാലകൃഷ്ണൻ ഇത്തവണ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് പത്മജ വേണുഗോപാലിൻ്റെ പേര്. പത്മജ വേണുഗോപാലിന് ഇത്തവണ സീറ്റ് ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നത്. അത് വടക്കാഞ്ചേരി ആയിരിക്കോ ചാലക്കുടി ആയിരിക്കോ എന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. വടക്കാഞ്ചേരിയിലും പരിഗണിക്കപ്പെടേണ്ടുന്ന പേരുകളിലൊന്നാണ് പത്മജ വേണുഗോപാൽ. LDFിനെ സംബന്ധിച്ചോളം വിട്ടുപോയ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. AC മൊയ്തീൻ തന്നെ അംഗത്തട്ടിൽ ഇറങ്ങുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പത്മജ വേണുഗോപാലിനെതിരെ മത്സരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ LDFിൽ നിന്ന് സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പേര് കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം DYFIയുടെ അവിടുത്തെ ഒരു നേതാവാണ് സേവ്യർ ചിറ്റിലപ്പള്ളി. BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുറപ്പാണ്. PP ഷാജുമോൻ്റെ പേരാണ് വന്നിട്ടുള്ളത്. ഷാജുമോൻ തന്നെയാണോ വേറെ ആരെങ്കിലും ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഇപ്പം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ജനഹിതയാത്ര ഇനി പ്രവേശിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിയോജക മണ്ഡലത്തിലേക്കാണ്. ജീവൻ ജനഹിതയാത്ര മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മണ്ഡലത്തിലാണ് എത്തി നിൽക്കുന്നത്. മുസ്ലിം ലീഗിന് ശക്തമായ പേരുള്ള മണ്ഡലമാണ് മഞ്ചേരി മണ്ഡലം. ഒട്ടേറെ വികസന പദ്ധതികൾ മുസ്ലിം ലീഗ് മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പിൻബലത്തിലാണ് വീണ്ടും ശക്തനായ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് രംഗത്തിറക്കുന്നത്. എന്നാൽ വികസനം കടലാസിലൊതുങ്ങുകയാണെന്നാണ് ഇവിടെ LDFിൻ്റെ വാദം. അഡ്വക്കേറ്റ് ജയശങ്കർ, ലീഗിന്റെ ശക്തമായ ഒരു കോട്ടയാണ് മഞ്ചേരി. അപ്പം നമ്മുടെ വോട്ടർമാർ ആരുടെയൊക്കെ പേരുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്? മഞ്ചേരി സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ്. ഏത് കാലത്ത് മുസ്ലിം ലീഗുകാർ മത്സരിച്ച് ജയിച്ചിട്ടുള്ള സീറ്റാണ്. മഞ്ചേരിയിൽ പണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഉമ്മർ കോയ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസും ലീഗും പ്രത്യേകമായിരുന്ന കാലത്ത് ഉമ്മർ കോയ ജയിച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ മഞ്ചേരിയിൽ മറ്റൊരു പാർട്ടിയും ജയിച്ചിട്ടില്ല. CH മുഹമ്മദ് കോയ അടക്കം മത്സരിച്ച് ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് മഞ്ചേരി. അപ്പോൾ മഞ്ചേരിയിൽ ഇത്തവണ മത്സരിക്കുന്നത് M ഉമ്മറാണ്. ഉമ്മർ ഇത് 3ാം തവണയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അവിടെ നാട്ടുകാരനാണ്. ജനങ്ങളുടെ ഇടയിൽ പൊതുവേ നല്ല പേരുള്ള ഒരു MLA ആണ്. ഒരു സൗമ്യനായിട്ടുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് M ഉമ്മർ. അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സരിക്കാൻ സാധ്യതയല്ല, അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നമ്മുടെ ജനഹിതത്തിൽ ഉയർന്നു വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് പാണക്കാട് തങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. LDFിനെ സംബന്ധിച്ചുള്ള ഈ സീറ്റ് ഇപ്പോൾ CPIയുടെ കൈവശമാണുള്ളത്. കഴിഞ്ഞ തവണ CPIയിലെ P ഗൗരിയാണ് മത്സരിച്ചത്. പ്രൊഫസർ P ഗൗരി വലിയ വ്യത്യാസത്തിൽ തന്നെയാണ് പരാജയപ്പെട്ടത്. ഇത്തവണയും ഗൗരി ടീച്ചറുടെ പേരിന് തന്നെയാണ് പ്രാമുഖ്യം കിട്ടിയിട്ടുള്ള. കൂട്ടത്തിൽ CPIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി PP സുനീറിൻ്റെ പേരും വന്നിട്ടുണ്ട്. സുനീർ പൊന്നാനിക്കാരനാണ്. മഞ്ചേരിയിൽ പ്രത്യേകിച്ച് മറ്റു തരത്തിൽ സ്വാധീനമൊന്നുമുള്ള ആളല്ല. BJP കുറേ വോട്ടുള്ള സ്ഥലമാണ്. കാരണം ഈ മലപ്പുറം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് മഞ്ചേരി, പ്രത്യേകിച്ച് മഞ്ചേരി ടൗണും പ്രദേശങ്ങളൊക്കെ BJPക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കുറേ വോട്ടുള്ള പ്രദേശമാണ്. BJPയിൽ നിന്ന് ഉപേന്ദ്രൻ അതുപോലെ വാസുദേവൻ എന്ന് പറഞ്ഞ 2 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നമ്മുടെ ഇതിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ജനഹിതയാത്ര ഇനി ജനഹിതം തേടുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. കൊല്ലം ജില്ലയിലെ പത്തനാപുരം നിയോജക മണ്ഡലമാണിത്. നിലവിൽ KB ഗണേഷ് കുമാറാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. UDF പ്രതിനിധിയായാണ് അദ്ദേഹം 2011 മത്സരിച്ച് വിജയിച്ചതെങ്കിലും നിലവിൽ LDFിനോടൊപ്പമാണ് ഗണേഷ് കുമാർ. അതുതന്നെയാണ് ഇടതുമുന്നണിക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു ഘടകം. ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ സ്വതന്ത്രനായി KB ഗണേഷ് കുമാർ ഇവിടെ മത്സരിച്ചേക്കുമെന്നറിയുന്നു. ഗണേഷ് കുമാറിന് വ്യക്തിപരമായി തന്നെ ഒട്ടേറെ ബന്ധങ്ങൾ ഈ മണ്ഡലവുമായി ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന് ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. നേരത്തെ ഇടതുമുന്നണിയുടെ ഒരു ഉറച്ച മണ്ഡലമായിരുന്ന ഈ പത്തനാപുരത്ത് അപ്രതീക്ഷിത വിജയം നേടി ഗണേഷ് കുമാർ പത്തനാപുരത്തിന്റെ ഹൃദയം കീഴടക്കുകയായിരുന്നു എന്ന് പറയാൻ കഴിയും. എന്തായാലും ശക്തനായ ഒരു യുവസാരഥിയെ മുൻനിർത്തി മണ്ഡലം പിടിച്ചെടുക്കാനായിരിക്കും UDF ശ്രമം നടത്തുക. BJPക്കും ഇവിടെ കുറച്ചൊക്കെ സ്വാധീനമുള്ള മണ്ഡലമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, സിനിമാ നടന്മാരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമാണ് പത്തനാപുരം നിയോജക മണ്ഡലം. എങ്ങനെയാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം എങ്ങനെയാണ്? ഒപ്പം നമ്മുടെ വോട്ടർമാരുടെയൊക്കെ പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനാപുരത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷക്കാർക്ക് പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് പത്തനാപുരം. 1957 അവിടെ നിന്ന് KPSCയിലെ രാജഗോപാലൻ നായരാണ് മത്സരിച്ചത്. KPSCയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെയൊക്കെ അണിയറയിൽ പ്രവർത്തിച്ച ആളാണ് രാജഗോപാലൻ നായർ. അദ്ദേഹം പത്തനാപുരത്ത് മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു. അന്ന് വെളിയം ഭാർഗവൻ്റെയും തോപ്പിൽ ബാസിയുടെ കൂടെ കേരള നിയമസഭയിൽ ജിഞ്ചാർ ഗ്രൂപ്പ് രൂപീകരിച്ചുള്ള ഒരാളായിരുന്നു രാജഗോപാലൻ നായർ. രാജഗോപാലൻ നായർക്ക് ശേഷം പത്തനാപുരം മണ്ഡലത്തിൽ അവിടെ രാജഗോപാലൻ നായരെ തോൽപ്പിച്ച് അവിടെ നിന്ന് വന്ന ആളാണ് R ബാലകൃഷ്ണപിള്ള. ബാലകൃഷ്ണപിള്ള ആദ്യം മത്സരിക്കേണ്ട കൊട്ടാരക്കരയിലല്ല, പത്തനാപുരത്താണ്.
പത്തനാപുരത്ത് നിന്ന് ആദ്യം ജയിച്ചു. പിന്നീട് അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് താവളം മാറ്റുകയാണ് ചെയ്തത്. പത്തനാപുരം പിന്നെയും കമ്മ്യൂണിസ്റ്റ് മണ്ഡലമായി CPIയുടെ മണ്ഡലമായിട്ട് തുടരുകയായിരുന്നു. മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പിലും പത്തനാപുരത്ത് നിന്ന് CPI ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മാറ്റമുണ്ടായത് 2001 തെരഞ്ഞെടുപ്പിലാണ്. അത് MLA ആയിരുന്നത് പ്രകാശ് ബാബു ആയിരുന്നു, പ്രകാശ് ബാബു. അദ്ദേഹം പത്തനാപുരംകാരൻ തന്നെയാണ്. 2 തവണ പത്തനാപുരത്ത് നിന്ന് ജയിച്ച ആളാണ് പ്രകാശ് ബാബു. പ്രകാശ് ബാബുവിനെ അട്ടിമറിച്ച് വന്നതാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാറിന് രാഷ്ട്രീയത്തിൽ മറ്റു തരത്തിൽ പരിചയമില്ലായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ മകൻ എന്ന ഒരു മേൽവിലാസത്തിലാണ് അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം വിജയിച്ചു. വിജയിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹം വന്നപ്പോൾ തന്നെ മന്ത്രിയായി. കാരണം അന്ന് ബാലകൃഷ്ണപിള്ള ഇടമലയാർ കേസിൽ ഗ്രാഫൈറ്റ് കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. ഇദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് കിട്ടുകയും ചെയ്തു. KSRTCയിലൊക്കെ അദ്ദേഹം പല പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി എന്നാണ്. പൊതുവേ ആ മന്ത്രിസഭയിൽ ഒരു തിളക്കമുള്ള സാന്നിധ്യമായിരുന്നു ഗണേഷ് കുമാർ. അങ്ങനൊരു മതിപ്പുണ്ടാക്കിയ ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ആ ടേം തയ്ക്കാൻ കഴിഞ്ഞില്ല. കാരണം അതിനു മുമ്പായിട്ട് ബാലകൃഷ്ണപിള്ള കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതായിട്ട് വന്നു. പിന്നെ AK ആൻ്റണിയുടെ മന്ത്രിസഭ കഴിഞ്ഞ് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ ഇവർ ആ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയും ഒക്കെ ചെയ്തു. പിന്നെ വിട്ടുപോയതിന് ശേഷം തിരിച്ചു വന്നു. വീണ്ടും ഗണേഷ് കുമാർ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2006 കൊല്ലം ജില്ലയിൽ UDFൻ്റെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. ബാലകൃഷ്ണപിള്ള അടക്കം തോറ്റു. ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ ഐഷ പൂരിയോട് തോറ്റു. അന്ന് UDFൽ നിന്ന് ആകെ ജയിച്ചത് പത്തനാപുരത്ത് നിന്ന് KB ഗണേഷ് കുമാർ മാത്രമാണ്. അങ്ങനെ അത് ഗണേഷ് കുമാർ വലിയ ഗ്ലാമറോട് കൂടിയിട്ട് വീണ്ടും 2011 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പോൾ കൊല്ലം ജില്ലയിൽ വീണ്ടും ഇതുപോലെ മുഞ്ഞ വീഴ്ച തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ഗണേഷ് കുമാറിനോടൊപ്പം ഷിബു ബേബി ജോൺ കൂടി ജയിച്ചു. ചവറയിൽ ഷിബുവും പത്തനാപുരത്ത് ഗണേഷ് കുമാറും മാത്രമാണ് ജയിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയിൽ നിന്ന് ഗണേഷ് കുമാർ മാത്രം ജയിച്ച സാഹചര്യത്തിൽ ഗണേഷ് കുമാർ മന്ത്രിയായി. അദ്ദേഹം വനം വകുപ്പായിരുന്നു. വനം വകുപ്പിൽ ഇരുന്നിട്ടും വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെച്ചം. മാത്രമല്ല പല സ്ഥാപിത താല്പര്യക്കാരെയും അദ്ദേഹം ചേർത്ത് നിന്നതുകൊണ്ട് മറ്റ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വന്നു. രാജിവെച്ചതിന് ശേഷവും ഉമ്മൻചാണ്ടി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ എടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്ന സാഹചര്യത്തിൽ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും സീറ്റ് കൊടുത്തില്ല, അദ്ദേഹത്തിന് മന്ത്രിയാക്കിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഗണേഷ് കുമാറും ബാലകൃഷ്ണപിള്ളയും ഇടതു മുന്നണിയുടെ പാളയത്തിലേക്ക് ചേക്കേറിയത്. കഴിഞ്ഞ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറായിരുന്നു ഒരു പ്രധാന പ്രചാരകൻ. VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആൾ കൂടിയത് ഗണേഷ് കുമാറിൻ്റെ യോഗങ്ങൾക്കായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വലിയ ക്രൗഡ് പുള്ളറായിട്ടും കൂടി മാറിയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞ് ഇവരുടെ വലിയ പാർട്ടി ഉണ്ടല്ലോ, വാളകം തൊട്ട് പുലമൺ ജംഗ്ഷൻ വരെയുള്ള ഈ പാർട്ടിയുടെ ഒരു സാമ്രാജ്യം. എങ്കിലും അവരുടെ സ്ഥാനാർത്ഥികളെ ഇടതു മുന്നോട്ട് ചേർന്നാണ് മത്സരിച്ചത്. ഇത്തവണ പത്തനാപുരത്ത് LDFൻ്റെ സ്ഥാനാർത്ഥി ഗണേഷ് കുമാറായിരിക്കും എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ളതാണ്. അച്യുതാനന്ദൻ പോലും ഗണേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് എതിര് പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സ്വതവേ പത്തനാപുരത്ത് കോൺഗ്രസ് ദുർബലമാണ്. കേരള കോൺഗ്രസ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും ബാലകൃഷ്ണപിള്ളയുടെ ഒരു പച്ചയിലാണ് നിന്നിരുന്നത്. ഇനി അതില്ല. മാത്രമല്ല എത്രയോ കൊല്ലങ്ങളായിട്ട്, എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് പത്തനാപുരത്ത് ഒരു കോൺഗ്രസ്സുകാരനും മത്സരിച്ചിട്ടില്ല. അവർ കണ്ടെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി സിനിമാ നടൻ ജഗദീഷാണ്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരായിട്ട് മത്സരിക്കാൻ വരുന്നത് അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും നമ്മൾ ഇവിടുന്ന് അധികം പറയേണ്ട ആവശ്യമില്ല. പിന്നെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല, നമ്മുടെ പ്രേക്ഷകർ തമാശക്കാരാണ്. അവർ KB ഗണേഷ് കുമാറിനെ LDFൽ നിന്നും, ജഗദീഷിനെ UDFൽ നിന്നും, സുരേഷ് ഗോപിയെ BJPയിൽ നിന്നുമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ, പക്ഷേ അങ്ങനെ ഒരു മത്സരം വരാൻ സാധ്യതയില്ല. എങ്കിലും അങ്ങനെ ഒരു പ്രൊപ്പോസിഷനായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൽ നിന്ന് വരുന്ന വന്നിട്ടുള്ള രണ്ടാമത്തെ പേര് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയാണ്. അദ്ദേഹം ഒരു സിനിമാ നടനാണ്, രാഷ്ട്രീയത്തിലെ നടൻ. അഭിനയം കൂടാതെ സിനിമയിലും അഭിനയിക്കുന്ന ആളാണ് ഉണ്ണിത്താൻ. ഏതായാലും പത്തനാപുരത്ത് മത്സരിക്കുന്ന വിചാരിക്കുന്നില്ല. അദ്ദേഹം കുണ്ട്രയിലോ കൊല്ലത്തോ മറ്റോ മത്സരിക്കാനാണ് സാധ്യത. ജനഹിത യാത്ര ഇനി ജനഹിതം തേടുന്നത് തൃശൂർ ജില്ലയിലെ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. തൃശൂർ ജില്ലയിലെ തീരദേശം ഉൾക്കൊള്ളുന്ന നാട്ടിക നിയോജക മണ്ഡലത്തിലെത്തിയ ജീവൻ TV ജനഹിത യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ ഗീതാ ഗോപിയും UDFിലെ വികാസ് ചക്രവാണിയും തമ്മിലായിരുന്നു മത്സരം. മത്സരത്തിൽ വിജയിച്ച ഗീതാ ഗോപിയുടെ വികസന നേട്ടങ്ങൾ മുൻനിർത്തി മണ്ഡലം നിലനിർത്താനുള്ള ശ്രമമാണ് LDFിൻ്റേത്. അതേസമയം കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമവുമായി UDFും തങ്ങളുടെ സ്വാധീനം അറിയിക്കാനുള്ള ശ്രമവുമായി BJPയും രംഗത്തുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, നാട്ടികയിൽ നിന്ന് ആരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്? നാട്ടിക പഴയ നാട്ടികയല്ല. നാട്ടിക ഇപ്പോൾ ഒരു പട്ടികജാതി സംവരണ മണ്ഡലമായി മാറിയിരിക്കുന്നു.
നാട്ടിക നേരത്തെ ജനറൽ സീറ്റായിരുന്നു. നാട്ടിക CPIക്ക് ഇടതുമുന്നണിക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. CPI സ്ഥാനാർത്ഥികളാണ് ജയിച്ചിരുന്നത്. മുമ്പ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന PK ഗോപാലകൃഷ്ണൻ, പിന്നീട് വളരെ കാലം കൃഷ്ണൻ കണിയാമ്പറമ്പിൽ, ഇവരൊക്കെ പ്രതികരിച്ച ഒരു മണ്ഡലമാണ്. ഇടയ്ക്ക് ഒരിക്കൽ സിദ്ധാർത്ഥൻ കാട്ടുങ്കൽ ജയിച്ചു എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസിന് ആകെ ഉണ്ടായിരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ KK രാഹുലൻ തന്നെ നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടു. 60% ഈഴവരുള്ള ഒരു മണ്ഡലമായിരുന്നു നാട്ടിക. എന്നിട്ട് പോലും ഡോക്ടർ രാഹുലിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അന്ന് കൃഷ്ണൻ കണിയാമ്പറമ്പിലാണ് ജയിച്ചത്. പിന്നീട് കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കേരളത്തിൽ കൃഷി മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 2001 TN പ്രതാപൻ അവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. പ്രതാപൻ വലിയ തോതിൽ പ്രചരണം നടത്തി ഇളക്കി മറിക്കുകയും അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ CPIക്കാർ ഫാത്തിമ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, വിജയിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത തവണയായപ്പോഴത്തേക്കും സീറ്റ് പട്ടികജാതി സംവരണ മണ്ഡലമായിട്ട് മാറി. അതിനെ തുടർന്ന് പ്രതാപൻ അവിടെ നിന്ന് കൊടുങ്ങല്ലൂർക്ക് മാറി, സീറ്റ് പട്ടികജാതി സംവരണമായി. കഴിഞ്ഞ തവണ ഗീതാ ഗോപിയെയാണ് പരീക്ഷിച്ചത്. ഗീതാ ഗോപി നേരത്തെ ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. അവർ പട്ടികജാതി സമുദായക്കാരിയാണ്. ഗീതാ ഗോപി മത്സരിച്ചു. കഴിഞ്ഞ തവണ അവർ വിജയിച്ചു. കഴിഞ്ഞ തവണ എതിരെ മത്സരിച്ച വികാസ് ചക്രവാണിയായിരുന്നു CMPയിലെ. LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി ആയിരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഒരു ടേമായിട്ടുള്ളൂ. ഗീതാ ഗോപിക്ക് ഒരു ടേം കൂടി കൊടുക്കാനാണ് സാധ്യത. UDFൽ നിന്ന് വികാസ് ചക്രവാണി ഇത്തവണ ഇല്ല. അദ്ദേഹം അവർ ഇടതുപക്ഷത്താണ്. തൽസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് KV ദാസനാണ്. ദാസൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. തൃശ്ശൂർ ജില്ലയിൽ പൊതുവെ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. പൊതുവെ ഒരു സുതാര്യമായ പ്രതിച്ഛായയ്ക്കും ഉടമയാണ്. അപ്പോൾ അദ്ദേഹം ആയിരിക്കാം നാട്ടികയിൽ. പക്ഷേ നാട്ടികയുടെ ഒരു ഇടതുപക്ഷ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. പിന്നെ BJPയെ സംബന്ധിച്ചുള്ള ഈ നാട്ടിക പ്രദേശം മുമ്പ് മുതൽക്കേ BJP ഉള്ളൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്ത് വളരെയധികം ആളുകൾ ഇടക്കാലത്ത് BJPയിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോഴത്തെ കയ്പമംഗലം നിയോജകമണ്ഡലത്തിലും നാട്ടിക മണ്ഡലത്തിലും ഒരു പരിധിവരെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിലും BJP തീരപ്രദേശത്ത് വളരെ ശക്തിയാണ്. അത് BJPയുടെ പരമ്പരാഗത സവർണ ഹിന്ദു വോട്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഇവിടെ സർജു തൊയക്കാവിൻ്റെ പേരാണ് നമ്മുടെ പ്രേക്ഷകർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് ജീവൻ TV നടത്തിയ ജനഹിതയാത്രയുടെ ഇന്നത്തെ പ്രഖ്യാപനം സമാപിക്കുന്നു. മറ്റ് മണ്ഡലങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം. ആരു വേണം സ്ഥാനാർത്ഥി, നമുക്കേതു വേണം മുന്നണി, അറിയുവാൻ പറയുവാൻ ജനഹിതയാത്ര, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. വോട്ടിനാൽ തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര.